വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. സ്റ്റാർട്ടിങ് ഓഫ് ദ എപ്പിസോഡ് തന്നെ ടിഷ്യൂ ഇട്ടു. ഒരു ടിഷ്യൂ അവൾ അവിടെ ഇട്ടതിന് ജിൻറ്റോന് ഇത്രയ്ക്ക് ചൊറയേണ്ട ആവശ്യമില്ലായിരുന്നു. നല്ല സിബിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാക്ക് ഇങ്ങനെ എരി കയറ്റുന്നുണ്ട്. ഉള്ളി വന്നതും ചെരുപ്പിടാണ്ട് ബാത്റൂമിൽ പോണു, ബാത്റൂമിൽ പോയിട്ട് വന്ന് അതേ ബെഡിൽ കയറണം. അവൾ കാല് കഴുകിയിട്ടാ വരണേന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ആര് ചെരുപ്പിട്ടാ എന്താ ചെരുപ്പിട്ടില്ലെങ്കിൽ എന്താ, ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. അവിടെ ഹൈജീനൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെന്നെ ഹൈജീനായിട്ടുണ്ടോന്ന് തന്നെ അറിയുന്നില്ല. എന്താണ് കുടിക്കുന്ന ബോട്ടിലും കൊണ്ട് ബാത്റൂമിനകത്ത് കയറുന്നു എന്ന് പറയണു. അവർക്ക് കുടിക്കുന്ന ബോട്ടിലും വെള്ളവും ഗ്ലാസും ഒക്കെ ആ ബാത്റൂമിനകത്ത് കയറിയിരുന്ന് കുടിക്കാം, എന്തും ചെയ്യാം. അതിനെ കൊണ്ട് സ്മോക്കിംഗ് റൂമിൽ വെക്കാം, എന്തും ചെയ്യാം. കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാം, ചൂലുകൊണ്ട് കിച്ചണിൽ കൊണ്ടുവന്ന് അടിക്കാം, ബാത്റൂമിലും അടിക്കാം, എല്ലാം ചെയ്യാം. ഇതൊരു കാര്യമായിട്ട്, അതായത് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യണം. അതിന് എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് ചെയ്യും എന്നതാണ് അവിടുത്തെ ഒരു കാര്യം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് സിബിൻ വലിയ ആളായിട്ട് വന്ന് ഞാൻ ഈ വള്ളി കയറി പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അതാണ് ഇതാണെന്ന്. അപ്പോൾ ജിൻറ്റോ ക്യാമറയിൽ പറഞ്ഞു ജാസ്മിന് ഒരു ചെരുപ്പ് കൊടുക്കണം. ജാസ്മിനെ ക്ലോസറ്റിന് മേലെ കയറി ഇരുന്നിട്ടാണോ പോണതെന്ന് നമുക്കറിയില്ല. അൺവാണ്ടഡ് ടോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബീങ് എ ക്യാപ്റ്റൻ ഭയങ്കര പാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം 2-3 ദിവസമായി നമ്മൾ നോക്കുമ്പോഴും ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്നു. ഭയങ്കരമായിട്ട് ഒരു സെറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഇവർക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള അവസരം എല്ലാവരും അവിടെ കൊടുത്തിരിക്കുന്നത്. വടവർ അവരെ ഇഗ്നോറേ ചെയ്യുന്നില്ല. നമുക്ക് മൊത്തം ടോപ്പിക്കും അവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞതുമാണ്. നമ്മുടെ ജാസ്മിൻ വീണ്ടും ഉറങ്ങിപ്പോയി. അപ്പൊ അവർ അയ്യോ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല പോട്ടെ എന്നൊക്കെ വെച്ചു. അതിന്റെ മുമ്പില് ജാൻമണി മൈക്കിട്ടില്ല എന്നാണ് അനൗൺസ് ചെയ്തു. അപ്പോൾ ജാൻമണി മൈക്കിട്ടില്ല എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ജാൻമണി, പൂജ ആൻഡ് സിബൻ, നോട്ട് പൂജ, ജാൻമണി, സിബൻ ആൻഡ് ദെൻ വൺ മോർ പേഴ്സൺ വാസ് ശരണ്യ. മൈക്കിട്ടില്ല എന്നുള്ള ഒരു കാര്യം തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരെ എന്ന് പറഞ്ഞപ്പോൾ ഇവര് വലിയ പണിഷ്മെന്റ് എടുത്തു. ഏത്തമിടൽ 10 times വലിയ പണിഷ്മെന്റ് ആയിരുന്നേ. പക്ഷെ ജാസ്മിന് കൊടുത്ത പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കണ്ണാടിയിലേക്ക് കുഞ്ഞു 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 കുഞ്ഞ് ഇതുണ്ടാവുമല്ലോ, അത് എണ്ണുക. അത് കുഞ്ഞു പണിഷ്മെന്റ് ഇരുന്ന് ചെയ്യാം. ഇത് വലിയ പണിഷ്മെന്റ് പൊട്ടേ തോട്ടില്ലേ. അപ്പൊ അവള് എണ്ണി കൊടുത്തു. ഏതോ 770 സംതിങ് ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അത്ര ഇല്ലാന്നും കൂടെ ഇവരെന്തോ എണ്ണീറ്റ് വെച്ചിട്ട് ഇരുന്ന പോലെ ചുമ്മാ വെറുതെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടുണ്ട്. വെറുതെ അവിടെ വായന്ന് ചൊറിയണമെന്ന് പറഞ്ഞ് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കഴിക്കുന്ന സമയത്ത് നൂറ പറഞ്ഞു അവൾക്ക് പീരിയഡ്സ് ആണ്, സോ മൂഡ് സ്വിങ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ശ്രീധോന് ഇഷ്ടപ്പെട്ടില്ല. സൗണ്ട് കുറച്ച് സംസാരിക്കാം, ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവർ ആക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് ഒന്ന് വയ്യാന്ന് പറയുമ്പോൾ ഈ 2-3 ദിവസം വരെ വിട്ടിട്ട് പിന്നെ എന്തെങ്കിലും ചൊറിഞ്ഞൂടായിരുന്നോ കളിക്കുന്ന സമയത്ത് എന്നുള്ളതും കൂടെ നമുക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ എന്തോ ഭാഗ്യത്തിന് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു. അപ്പൊ നമുക്ക് ഇത് വിട്ടല്ലോ, ടാസ്ക് ആണല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ 3 ടാസ്ക് കൊടുത്തു. ആൻഡ് പവർ ടീം വേണം സെലക്ട് ചെയ്യണമെങ്കിൽ ആരാണ് അവരുടെ കൂടെ കളിക്കേണ്ടത് എന്നുള്ളത്. ബിക്കോസ് എല്ലാവരും ഈക്വൽ പോയിന്റ്സ് ആണ്. സോ എന്തായാലും നമുക്കറിയാം ഒരു ടീമിൽ ഗബ്രിയുണ്ട്, ഒരു ടീമിൽ ജാസ്മിൻ ഉണ്ട്. സോ ഈ 2 ടീമിനെ വിട്ടിട്ട് ബാലൻസ് ഒരു ടീം. സോ നെക്സ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ടീമാണ് പവർ ടീമിന്റെ കൂടെ കളിക്കേണ്ടത്. അപ്പോൾ 3 ടാസ്ക് ഉണ്ടായിരുന്നു. സോ 3 ടാസ്ക്. ഫസ്റ്റ് ടാസ്ക് വാസ് ബ്രെഡ്. ഇങ്ങനെ കാലില് ഇങ്ങനെ ഒരു ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ബ്രെഡ് കഴിക്കണം. അതിന് ഋഷി ആൻഡ് സായി ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സായി അടിപൊളിയായി ബ്രെഡ് കഴിച്ചു. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല സായി ഇങ്ങനെ കളിക്കുന്നു. അടിപൊളിയായിരുന്നു. സോ നെക്സ്റ്റ് ടീം വിൻ ചെയ്തു. ആൻഡ് സെക്കൻഡ് വാസ് നൂറ ആൻഡ് സിബിൻ. ജ്യൂസ് കുടിക്കുന്ന ടാസ്ക്. ഇങ്ങനെ ഒരു ഹാൻഡിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കുടിക്കണം. നൂറയ്ക്ക് പറ്റിയില്ല, തീരെ പറ്റിയില്ല. നൂറ പോകണ്ടായിരുന്നു. വേറെ ആരെങ്കിലും പോയിരുന്നെങ്കിൽ ഈക്വൽ ആയിരുന്നെങ്കിൽ അതോടെ ഗെയിം സ്റ്റോപ്പ് ആയേനെ ആൻഡ് ട്വിസ്റ്റ് ആയേനെ. ബട്ട് അങ്ങനെ വന്നതുകൊണ്ട് പിന്നെയും 1 by 1 ആയി. ബിക്കോസ് സിബിൻ ജയിച്ചു. തേർഡ് വാസ് ഫുട്ബോൾ അങ്ങനെ കളിക്കുന്നത്. അഗെയിൻ സായ് ആൻഡ് ഋഷി. അതിൽ സായ് 5ഉം ഋഷി 11ഉമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്കോർ നമുക്ക് കാണിച്ചത്. ബട്ട് അതിന്റെ കണ്ടപ്പോൾ രണ്ടുപേരും ഈക്വൽ പോലെ ഉണ്ടായിരുന്നു. ബട്ട് എൻഡ് ഓഫ് ദ സ്കോർ കാണിച്ചത് ഇങ്ങനെയാണ്. വീണ്ടും ഇവരെന്നെ പവർ ടീം. ഇനി എന്തൊക്കെ കാണണോ എന്തോ. ഇത്രയും ദിവസം നെക്സ്റ്റ് പവർ ടീം ആവില്ലയോ എന്നുള്ള പേടിയിലായിരുന്നു എല്ലാവരും. ഒരു പൊടിക്ക് ജാൻമണിയൊന്നും ഒന്നും മിണ്ടാതിരുന്നത്. അപ്പൊ ഇനി കാണാം, ഇന്നത്തെ പൂരം കാണാം, കണ്ടറിയാം. അത് കഴിഞ്ഞതും ബിഗ് ബോസ് സ്കീ ഐസ്ക്രീമിന്റെ ടാസ്ക് കൊടുത്തു. 2 ടീമായിട്ട്, ഹോൾ ഹൗസ് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ആവണം എന്നുള്ളൊരു ടാസ്ക് കൊടുത്തു. അതിൽ ഒരു ടീം ജയിച്ചു, അതായത് ജിൻറ്റോന്റെ ടീം ജയിച്ചു. സോ അവരൊരു വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി പറയണം എന്നുള്ളത്. അത് കഴിഞ്ഞതും പിന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചു. എന്തായാലും 3 ടാസ്ക് അടിപൊളിയായിരുന്നു. ഫുട്ബോൾ ടാസ്ക് വാസ് വെരി 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 ഇൻട്രസ്റ്റിംഗ്. നമുക്കതിനൊരു ചൂട് പിടിച്ചു. ബാക്കി ഇങ്ങനെ ടാസ്ക്സ് ഒക്കെ നിറയെ കൊടുക്കുമ്പോഴേ ഇവര് ഈ ഒരു ചൊറിച്ചിലില്ലാണ്ട് ഈ ടിഷ്യൂ ഇട്ടു, അതിട്ടു, ഇതിട്ടു, ടോയ്ലറ്റിൽ പോയില്ല, കാല് കഴിവില്ല, കുടിച്ചില്ല, വെച്ചില്ല എന്നൊക്കെ ഉള്ള മാറൂ എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്. എന്നും കൂടെ കണ്ടിട്ട് വേണം, ഇന്നും നാളെയും കൂടെ കണ്ടിട്ട് വേണം
നമ്മൾ ലാലേട്ടൻ വന്ന് എന്താ പറയണത് എന്നുള്ളത് കേൾക്കണം. ലാലേട്ടൻ മസ്റ്റായിട്ട് അഡ്രസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ജിൻറ്റോന്റെ ക്യാപ്റ്റൻസി, പവർ ടീമിന്റെ മിസ്യൂസിങ് ഓഫ് ദ പവർ ആൻഡ് ടാർഗറ്റിംഗ് ഫ്യൂ പീപ്പിൾ, ആരാണ് എലിമിനേഷനിൽ പോവുക എന്നുള്ളതും കൂടെ അറിയില്ല. സോ നിങ്ങൾക്ക് ആരെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 in Disney+ Hotstar.